മോഡലാണ്. ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മൊത്തത്തില് ചേട്ടാ. അപ്പൊ ചേട്ടന്റെ പേര് എങ്ങനെയാണ്? അവര് പണക്കാരാകുമ്പോ നമ്മളും പണക്കാരാകും. അതാണ് കേസ്. ചെയ്യുന്നത് നമ്മള് ടൂൾസ് അല്ല സെല് ചെയ്യുന്നത്, നമ്മൾ കൺവീനിയൻസ് ആണ് സെല് ചെയ്യുന്നത്. നമ്മളാണ് അവര് പൈസ ഉണ്ടാക്കുന്നത്, നമ്മൾ അവരുടെ മുമ്പിൽ ഞങ്ങൾ പൈസ ഉണ്ടാക്കണം. സ്പെഷ്യലാണ് തിരിച്ചു വെച്ചിട്ട് ചേട്ടാ. അതിന് എത്ര രൂപ വരും ഇതിന്? അതൊരു സ്ക്രൂ ഡ്രൈവർ വർക്ക്ഷോപ്പിൽ നിന്ന് കംപ്ലൈന്റ് ആയിരുന്നു. അതിന്റെ അഴിക്കാനുള്ള ടൂളും ഇത് അതിൽ ഹോൾഡ് ചെയ്യാനുള്ള ടൂളുമാണ്. ഇത് സെപ്പറേറ്റ് ആണ്, രണ്ട് സാധനങ്ങളും സെപ്പറേറ്റ് ആണ്. ഇതാണ് ശരിക്കും നമ്മുടെ ഡീസൽ ഫിൽട്ടർ. ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു സാധാരണ ഒരു വണ്ടിയിൽ കാണുന്ന എല്ലാ രീതിയിലുള്ള സാധനങ്ങളും എക്യുപ്മെന്റ്സും ഒരു വാൻ്റെ അകത്ത്, ഈ ഒരു വാൻ്റെ അകത്തുണ്ട്. നമുക്ക് ജസ്റ്റ് ആ വാനൊന്ന് കണ്ടുകൊണ്ടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഇതുണ്ടോ, ഒരു ആക്സസറീസിന് പറ്റിയ എല്ലാ സാധനവും നമ്മുടെ ഈ ഒരു വണ്ടിയിലുണ്ട്. ഇവിടെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഈ ഒരു സാധനങ്ങളൊക്കെ കാര്യങ്ങൾ. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, നമ്മുടെ ചേട്ടനോട് തന്നെ ചോദിക്കാം. എല്ലാ സംഭവങ്ങളും ഉണ്ടോ നോക്കി. പ്ലെയർ തന്നെ പല ടൈപ്പ്, മങ്കി പ്ലെയർ തന്നെ പല ടൈപ്പുണ്ട്. ഓരോ സാധനങ്ങൾ എനിക്കിതിൻ്റെ കറക്റ്റ് അറിയത്തില്ല, നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. ഇതിപ്പോൾ ഇവർ വാങ്ങിക്കാമെന്നാണ് രണ്ടുപേരും വാങ്ങിച്ചിട്ട് പോകുന്നത്. ഇതുണ്ടോ കാർഡ് വരെ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടാണ് ചേട്ടാ വന്നിരിക്കുന്നത്. ഹായ് ചേട്ടാ. അപ്പോൾ ചേട്ടൻ്റെ പേര് എങ്ങനെയാണ്? ചേട്ടൻ എത്ര നാളായിട്ടുണ്ടോ ഈ ഒരു സംഭവം തുടങ്ങിയിട്ട്? ഈ വണ്ടി തന്നെയാണോ എല്ലാം ചെയ്യുന്നത്? എറണാകുളത്ത് നിന്ന് വരുവാണോ അതോ? എറണാകുളത്ത് നിന്ന്. അത് എല്ലാ ഓട്ടോമൊബൈൽ ഷോപ്പിലും പോയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് സൗത്തിലേക്ക് ട്രിവാൻഡ്രം വരെ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. നമ്മള് ഗ്യാരേജിൽ മാത്രമാണ് സപ്ലൈ ചെയ്യണത്. ഗ്യാരേജിൽ പ്രീമിയം ക്വാളിറ്റി ടൂൾസ് കൊടുക്കുക. ചേട്ടൻ്റെ സ്വന്തം സ്ഥാപനമാണോ? ഇനിയിപ്പോ വേറെ വർക്കിംഗ്? ഇതിന്റെ ഹെഡ് ഓഫീസ് എറണാകുളത്ത് തന്നെയാണ്. ചെറായി. ഈ ഒരു വണ്ടിയുടെ സൗണ്ട് ഉണ്ട്. ചേട്ടാ എന്തൊക്കെ വരുന്നുണ്ടോ എന്ന് പറയാമോ? നമ്മളെ ഗ്യാരേജായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ തരം ജനറൽ ടൂൾസ് എന്ന് പറയുമ്പോൾ സ്പാനർ ഐറ്റംസ്, ബോക്സ് ഐറ്റംസ്, അതിൻ്റെയായിട്ട് ബന്ധപ്പെട്ട ലിവറുകള്, അതിന്റെ എല്ലാ സാധനങ്ങളും വരും. പിന്നെ സ്പെഷ്യൽ ടൂൾസ് പറഞ്ഞാൽ നിങ്ങളെ കാണുന്ന ബ്ലാക്കിൽ വരുന്നത് അതെല്ലാം ടൂ വീലറിന്റെ സ്പെഷ്യൽ ടൂൾസ്. എഞ്ചിന്റെ ഭാഗത്ത് വരുന്ന ചില വണ്ടികൾക്ക് ഓരോ സ്പെഷ്യൽ വണ്ടിക്ക് ഓരോ അഴിക്കാൻ ഓരോ തരം ടൂളുകളുണ്ട്. പിന്നെ ഇതെല്ലാം കാറിന്റെ സെക്ഷനാണ്. കാറിന്റെ ഇതല്ലേ ആ ഇരിക്കുന്നത് മുഴുവൻ കാറുകളുടെ സെക്ഷനാണ് ഇതെല്ലാം. അപ്പൊ ആ സ്പെഷ്യൽ ടൂൾസ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ അവരൊന്നല്ല എറണാകുളത്ത് പോകണല്ലേ കോയമ്പത്തൂർ പോകണം. ഡോർ സ്റ്റെപ്പിൽ കിട്ടും. പിന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാറണ്ടിയിൽപ്പെട്ട ഐറ്റംസ്. പിന്നെ അത് കൂടാതെ എയർ ടൂൾസ്, ന്യൂമാറ്റിക് ടൂൾസിന്റെയും ഇലക്ട്രിക് ടൂൾസിന്റെയും എല്ലാത്തിന്റെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഹൈഡ്രോളിക്കിന്റെ ജാക്കി എല്ലാം ഉണ്ട്. A to Z ഐറ്റം. അങ്ങേറ്റം 6 തുടങ്ങി അങ്ങേറ്റം 2 പോസ്റ്റ് ലിഫ്റ്റ് വരെ. സ്പോട്ടിൽ നിങ്ങളുടെ നമ്പർ കണ്ട് വിളിച്ചാൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാവുന്ന രീതിയിൽ അത് രണ്ട് തരത്തിലാണ്. അവർ ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് സാധനങ്ങൾ അയച്ചു കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടി വരുന്ന സമയത്താണെങ്കിലും കൊടുക്കും. വണ്ടി മാസത്തില് റൂട്ടീൻ വിസിറ്റ് 3 മാസത്തിൽ ഒരിക്കലാണ്. കസ്റ്റമറുടെ എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി പോണ റൂട്ട് അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. അതല്ലേ കൊറിയർ അയച്ചു കൊടുക്കും. വർക്ക്ഷോപ്പുകൾക്ക് മാത്രമാണ് കൊറിയർ ചെയ്യുന്നത്. ടോട്ടലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണ വർക്ക്ഷോപ്പിൽ മാത്രമാണ്. പക്ഷെ ആരെങ്കിലും ഒക്കെ വീട്ടിലുള്ള ഒരു ചേട്ടൻ വിളിച്ചാൽ വീട്ടിൽ കൊണ്ടേ കൊടുക്കാം. അങ്ങനെ കൊടുക്കില്ല. നമ്മൾ ആ
ഗാരേജിൽ മാത്രമേ ഉള്ളൂ. ഡൊമസ്റ്റിക് ആയിട്ട് നമ്മുടെ വണ്ടിയിൽ ഐറ്റംസ് ആകെ സ്ക്രൂ ഡ്രൈവറോ സ്റ്റാൻഡാണ് എന്തെങ്കിലും നോർമൽ എങ്ങനെ എത്ര രൂപയ്ക്ക് വരുന്നുണ്ടോ? ഞങ്ങൾക്ക് നോർമൽ നിങ്ങൾ എവിടെ ഷോപ്പിൽ പോയി വാങ്ങിക്കണം അതേ റേറ്റ് തന്നെ. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് മുഴുവൻ പ്രീമിയം ടൂൾസ് ആണ്. അതായത് ഒരുവിധം ക്വാളിറ്റി വാറണ്ടി ഉള്ള ഐറ്റംസ് ചെയ്യാം. അപ്പൊ നോർമലി എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡ് തബാരിയാണ്. നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് ബ്രാൻഡാണ് തബാരി. നമ്മൾ മുകളിലേക്ക് കിങ്ടോണി, ഫോൾസ്, ടോപ്പ് ടൂള്, അതിന്റെ മുകളിൽ സ്റ്റാൻലിയുടെ തന്നെ കൂടിയ പ്രോട്ടോ, ഫാക്കോം ഇതെല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് സാധാരണ ഒരു കടയിൽ പോയാൽ 100 രൂപയ്ക്കും പ്ലെയറിന് ഞങ്ങളുടെ അടുത്ത് ഏറ്റവും കുറഞ്ഞത് തന്നെ ഏകദേശം 250 രൂപ മുകളിലാണ്. അല്ല, ഇതിപ്പോ സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു നോർമൽ നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നത് 2-in-1 സ്ക്രൂ ഡ്രൈവറാണ്. ഇതിനിപ്പോ ഏകദേശം 100 രൂപ വില വരുത്തും. 100 രൂപ വില വരുത്തും. നമ്മളടുത്ത് ഇത് ചീപ്പർ ക്വാളിറ്റി നമ്മൾ ഒരിക്കലും കസ്റ്റമർക്ക് പ്രിഫർ ചെയ്യില്ല. ഇത് തപാലിയുടെ കുറച്ചുകൂടി കൂടിയ ക്വാളിറ്റിയാണ്. ഇതിന് 170 രൂപയോളം ഏകദേശം വരും. അതിന്റെ മുകളിൽ വീണ്ടും ഞങ്ങൾക്ക് കുറച്ചും കൂടി കൂടിയ ക്വാളിറ്റി അല്ലെങ്കിൽ വേറെ സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ടാവും. ഓരോ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം വരും. ഇനി ഇതിന്റെ മുകളിലുള്ളതും നമുക്കുണ്ട്. റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. വേറെ നമ്മുടെ സ്പാനറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്പാനറല്ല, നമ്മൾ സ്റ്റാൻലി, തപാരിയ ആ റേഞ്ചാണ് ചെയ്യുന്നത്. നോർമൽ എത്ര രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചേട്ടാ? നമുക്ക് ഏകദേശം ഒരു 35 രൂപയും മുകളിൽ 35 രൂപയായിട്ട് 6-നൊക്കെ വരാം. 6-7-നൊക്കെ 35 രൂപ. ഈ മുകളിലേക്ക് സ്പാനർ നമുക്ക് ഒരു സ്പാനറിന്റെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 3000 രൂപ സ്പാനറിനൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് പ്ലെയർ തന്നെ പല ടൈപ്പ് ഉണ്ട്. പല ടൈപ്പ് പല ഇതുണ്ട്. പ്ലെയർ നമുക്ക് സാധാരണ കോമ്പിനേഷൻ പ്ലെയർ ഉണ്ട്, പിന്നെ മങ്കി പ്ലെയർ ഉണ്ട്, പിന്നെ വൈസ് ഗ്രിപ്പ് പ്ലെയർ ഉണ്ട്, പിന്നെ ഇതെല്ലാം ഓരോ നോസ് പ്ലെയർ, പലതരം പ്ലെയറുകളാണ്. സർക്കിൾ പ്ലെയറുകളാണ്. ഇതെല്ലാം സർക്കിൾ പ്ലെയറുകളാണ്. ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാ? നമ്മള് കടയിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാളും കടയിൽ പോയി വാങ്ങിക്കുന്ന കടയിലത്തെ റേറ്റ് അല്ല, ഞങ്ങൾക്ക് പ്രൊഫഷണൽ ടൂൾസ് ആണ്. അവിടെ റേറ്റ് അല്ല പ്രാധാന്യം, ക്വാളിറ്റിയാണ്. ഒരു സാധനം വാങ്ങിച്ചിട്ട് അവന് ഉപയോഗിക്കാൻ സാധിക്കണം കാലങ്ങളായിട്ട്. അപ്പൊ അതിന് ഇനി എന്തെങ്കിലും പറ്റിയാൽ തന്നെ അതിന് വാറണ്ടി വേണം. ഇപ്പൊ ഇതെല്ലാം നമ്മൾക്ക് ഇപ്പൊ ഓരോ കംപ്ലൈന്റ്സ് വരുമ്പോ ഇത് കണ്ടോ, അതൊരു സ്ക്രൂ ഡ്രൈവർ വർക്ക്ഷോപ്പിൽ നിന്ന് കംപ്ലൈന്റ് വരാം, നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. കമ്പനി നമുക്ക് വാറണ്ടി തരില്ല എന്നുള്ള നമ്മുടെ പ്രശ്നത്തിലില്ല. നമ്മുടെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള നമ്മുടെ നമ്മൾ അതിനനുസരിച്ച് റീപ്ലേസ് കൊടുക്കും. ഇപ്പൊ ഇതിലെല്ലാം കംപ്ലൈന്റ് ഒക്കെ പല വാരം കൊണ്ടും കംപ്ലൈന്റുകൾ വരും. അപ്പൊ അതിനൊക്കെ നമ്മൾ വാറണ്ടി കിട്ടാവുന്നതൊക്കെ നമ്മൾ വാറണ്ടിയിൽ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ശരിക്കും അവര് മിസ്യൂസ് ചെയ്തതിന്റെ പേരിൽ വന്ന കംപ്ലൈന്റ്. പക്ഷെ അത് നമ്മൾ അവരെ പിണക്കാൻ തയ്യാറാവില്ല. നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് അവരെ വേദനിപ്പിക്കണ്ട. അതേപോലെ തന്നെ ഇതൊക്കെ എന്താ ചേട്ടാ? അത് നമ്മുടെ സ്വിഫ്റ്റ് കാറിന്റെ ഡീസൽ ഫിൽറ്റർ അയക്കുന്ന ഇതെല്ലാം നമ്മുടെ ന്യൂമാറ്റിക് റേഞ്ചാണ്. എയറിൽ ടയറൊക്കെ അഴിക്കാൻ അതിന്റെ ഇത് നമ്മളുടെ അതിന്റെ അഴിക്കാനുള്ള ടൂളും ഇത് അതിൽ ഹോൾഡ് ചെയ്യാനുള്ള ടൂളാണ്. ഇത് സെപ്പറേറ്റ് ആണ്, രണ്ട് സാധനങ്ങൾ സെപ്പറേറ്റ് ആണ്. ഇതാണ് ശരിക്കും നമ്മുടെ ഡീസൽ ഫിൽറ്റർ. നമ്മുടെ ടാങ്കില് വണ്ടിയിൽ ഡീസൽ ഫിൽറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ക്യാപ്പ് സർവീസ് ചെയ്യണമെങ്കിൽ ക്യാപ്പ് അഴിക്കണം. ക്യാപ്പ് അഴിക്കണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇറക്കിയത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കൂടുതൽ അഭ്യാസം കളിച്ച് കഴിഞ്ഞാൽ ഡാമേജ് ആയിട്ട്. അപ്പൊ 10,400 രൂപ മുടക്കിയാൽ ശരിയാവത്തുള്ളൂ. അപ്പൊ അത് ഇതും കൊണ്ടാണ് കഴിക്കുന്നത്. ഇതെല്ലാം നമ്മള് ക്വാളിറ്റിയിൽ ചെയ്യുന്ന സാധനം. ഇത് ഒരിക്കലും നമ്മൾക്ക് ഒരു ഡാമേജ് അങ്ങനെ ഒന്നും വരില്ല. ഇതൊക്കെ നമ്മുടെ മറ്റേ ഇതെന്താണ്? അത് ഡീസൽ സ്പ്രേ സർവീസ് സെന്ററിൽ ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ ബെയറിംഗ് പുള്ളേഴ്സ് ഉണ്ടാവും, സീ ക്ലാംപ്സ് ഉണ്ടാവും, പിന്നെ ഇത് ക്ലച്ച് സെന്ററിംഗ് ക്ലച്ച് സെന്ററിംഗ് ടൂളാണ്. അങ്ങനെ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ഇങ്ങോട്ട് ഓയിൽ ക്യാൻസ് ഉണ്ടാവും, പ്രഷർ ഗേജസ് ഉണ്ടാവും. ഇതെന്താണ് ഇതല്ലേ? ഇത് നമ്മുടെ PUOs എന്ന് പറയും. നമ്മുടെ എയർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മെഷീനുകളില്ലേ, അതിലേക്ക് പോണ പൈപ്പാണ്. ഇത് റീകോയിലോസ് പറയാ. കാരണം ആവശ്യമില്ലാത്തപ്പോ ചുരുണ്ടുകൂടി ഒരു സ്ഥലത്തിരുന്നോളൂ. ആവശ്യമുള്ളപ്പോ 10 മീറ്റർ ലെങ്ത് വരെ കിട്ടും. അതേപോലെ നമ്മുടെ റിംഗ് സ്പാനറാണ്. ഇതെല്ലാം ബോക്സ് സ്പാനറാണ്. പലതരത്തിലുള്ള ബോക്സ് സ്പാനർ. 1/2 ഇഞ്ചില് ഷോർട്ട് ബോക്സ് സ്പാനേഴ്സ് ഉണ്ടാവും, ലോങ് ബോക്സ് സ്പാനേഴ്സ് ഉണ്ടാവും. അത് തന്നെ ഇമ്പാക്റ്റിൽ അടിക്കുന്ന ബ്ലാക്ക് സ്പാനേഴ്സ് ഉണ്ടാവും. പിന്നെ അതിന്റെ ഡ്രൈവിന്റെ വ്യത്യാസത്തിനനുസരിച്ച് ഹെവി ഡ്യൂട്ടി സ്പാനേഴ്സ് ഉണ്ടാവും. പിന്നെ ടയർ വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ ഒരു ഡ്രൈവിന് വ്യത്യാസം അനുസരിച്ചിട്ട് പലതരം ഇതുണ്ട്. പിന്നെ ഹാമർ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഹാമർ തന്നെ നമുക്ക് സ്ലെഡ്ജ് ഹാമർ ഉണ്ടാകും, ബോൾ ഹാമർ ഉണ്ടാവും, മെഷീനിസ്റ്റ് ഹാമർ ഉണ്ടാവും. പിന്നെ അതേപോലെ ഇത് പിന്നെ നമ്മുടെ ബോഡിയിലടിക്കും. അത് പെയിന്റ് ഉള്ള സ്ഥലത്ത് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ചേട്ടന്റെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മള് ചെറായി. ഞങ്ങൾ ശരിക്കും എറണാകുളം ജില്ലയിൽ ചെറായി, വൈപ്പിൻ ഐലൻഡിൽ ചെറായി ബീച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അവിടെയാണ് നമ്മുടെ ഹെഡ് ഓഫീസ്.
ചേട്ടൻ്റെ നമ്പർ വേണേൽ കൊടുത്തേക്കാം അല്ലേ? എന്റെ നമ്പർ കൊടുത്തോളൂ, അതിനെന്താ കുഴപ്പം. ചേട്ടാ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടികൾ. ഈ വണ്ടിയിലാണ് നമ്മൾ സാധാരണ ഒരു തട്ടുകട നടത്തുന്ന ഒരു ഫീൽ പോലെ തോന്നുന്നത്. നമ്മൾ സാധാരണ ഈ ഒരു വണ്ടിയിൽ ഇതേപോലെ എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള ഒരു വണ്ടി ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് വാങ്ങിച്ചിട്ട് ഇതിന്റെ കൂടെ ഒരു ഇത് കിട്ടിയില്ലേ? അതൊന്നും കണ്ടില്ല. ഇത് RPM കാണിക്കുന്നുണ്ടോ? ലൈറ്റ് നമുക്ക് അടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ലൈറ്റും മറിക്കാനുണ്ട്, റെഡ് ലൈറ്റ് പോയിന്റ് ഒക്കെ വരും. റിക്വയർമെന്റ്സ് അറിയുന്നു, അവർക്കിടെ ആവശ്യം. ഇപ്പൊ അവർക്ക് ഒരു കോയിൽ സ്പ്രിംഗ് കംപ്രസർ വേണമെന്നും പറഞ്ഞിട്ട് അത് ആയിട്ട് വന്നതാണ് ഇപ്പൊ. അപ്പൊ നമ്മൾക്ക് ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് എത്തിച്ചു കൊടുക്കാം, വർക്ക്ഷോപ്പിനെ മാക്സിമം പ്രൊഫഷണൽ ആക്കാം. അവര് പണക്കാരാകുമ്പോ നമ്മളും പണക്കാരാകും. അതാണ് കേസ്. നമ്മളൊക്കെ ചെയ്യുന്നത്, നമ്മള് ടൂൾസ് അല്ല സെല് ചെയ്യുന്നത്, നമ്മൾ കൺവീനിയൻസ് ആണ് സെല് ചെയ്യുന്നത്. അവർക്കിടെ സമയം ലാഭിക്കുക എന്നുള്ളതാണ്. അതിലൊരു 50% കസ്റ്റമേഴ്സ് നമ്മൾ ചെല്ലുമ്പോൾ അവർ വിചാരിക്കുന്നത് ജീവിക്കാൻ വേണ്ടി, അരി പഠിക്കാൻ വേണ്ടി. സംഭവം അതാണെങ്കിലും അതിനേക്കാളും ഉപരി പരസ്പര സഹായമാണ്. ഇപ്പൊ ആശാനൊരു സാധനം മേടിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എറണാകുളത്ത് വേണം, അവിടെ കിട്ടിയില്ല കോയമ്പത്തൂർ വേണം. ഇത് രണ്ടും ഇടന്ന് വാറണ്ടി ഒന്നും സാധനം കിട്ടില്ല. നമ്മുടെ ഇടന്ന് ഒരു ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ജെന്യുവൻ കംപ്ലൈന്റ് ആണെങ്കിൽ നമ്മളത് അവർക്ക് വാറണ്ടി ചെയ്യും. അതാണ് എൻ്റെ പ്രത്യേകത. ഇപ്പോൾ ജാക്കിയെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വരുമ്പോൾ എടുത്തുകൊണ്ടും സർവീസ് ചെയ്ത് തിരിച്ചുകൊണ്ടോ കൊടുക്കും. അവർക്ക് ജാക്കി സ്പെയർ ഇല്ലെങ്കിൽ നമ്മുടെ സ്പെയർ ജാക്കി കൊടുത്തിട്ടാണ് നമ്മളത് എടുത്തിട്ടുള്ളത്. അങ്ങനെ സർവീസുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ അവർക്ക് എന്ത് ടൂള് വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ജർമ്മനിയിൽ നിന്ന് വരെ നമ്മൾ ഐറ്റംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതായത് ഏകദേശം 1800 മുതൽ റോൾസ് റോയ്സ് ബാക്കി എല്ലാ വണ്ടികളും ഉണ്ട്. റോൾസ് റോയ്സ് ആരും പറയാറില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. BM ഞങ്ങൾക്കൊരു 9 ഹൈ എൻഡ് വണ്ടികൾ പണിയുന്ന വർക്ക്ഷോപ്പ് ഉണ്ട്. അതായത് ബെൻസും BM-ഉം ഔഡിയും മാത്രം ചെയ്യുന്ന എറണാകുളത്ത് ഒരു 9ഓളം വർക്ക്ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാ ഐറ്റംസും. 4 സ്ട്രോക്കിലൊക്കെ അല്ലേ? 4 സ്ട്രോക്ക് ഉണ്ടല്ലോ. 4 സ്ട്രോക്ക് ഉണ്ട്. അപ്പൊ ഒരുവിധപ്പെട്ട അവിടുത്തെ എല്ലാ ടൂൾസും നമ്മൾ അവരെ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന, അവരവരുടെ കസ്റ്റമറുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. നമ്മൾ അവരുടെ മുമ്പിൽ ഞങ്ങൾ പൈസ ഉണ്ടാക്കണം. അപ്പൊ അവര് എന്തെങ്കിലും ഐറ്റത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകുമ്പോൾ അത്രയും സമയം അവർക്ക് ലോസ് ആയില്ല. അതാണ് നമ്മൾ ചെയ്യുന്നത്. അവരുടെ കൺവീനിയൻസ് ആണ് നമ്മൾ കൂട്ടി കൊടുക്കുന്നത്. നമ്മൾക്കപ്പോൾ നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറച്ച് റേറ്റ് വേരിയേഷൻ ഉണ്ടാവും നമ്മൾ. പക്ഷെ അത് അവർക്ക് സർവീസ് കിട്ടും. സർവീസും ബാക്കപ്പും കിട്ടുമ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നും. അങ്ങനെയുള്ള വർക്ക്ഷോപ്പുകാർ കുറേ പേരുണ്ട്. അവർക്ക് പോകാനും നിൽക്കാനും സമയമില്ലാത്തവരുണ്ട്. ഒരു 30% കോയമ്പത്തൂർ മേടിക്കാമെന്ന് പറയും. പക്ഷെ അതിനൊന്നും ക്വാളിറ്റി കീപ്പ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ കോയമ്പത്തൂരായാലും ക്വാളിറ്റിക്ക് നല്ല വില കൊടുക്കണം. ഇതാണല്ലേ ചേട്ടാ ജമ്പർ കേബിൾ? ഓക്കെ, ഇത് നമ്മുടെ ബാറ്ററി വണ്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇവിടുത്തെ ഒരു സാധനം ഉണ്ട്, അത് ലാലപ്പനാശം വാങ്ങിച്ചതായിരുന്നു. അത് എടുത്തിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുത്തു. അത് എവിടെ വർക്ക് ചെയ്യുന്നില്ല. അതേപോലെ ഒത്തിരി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ. റീഡിങ്ങും RPM ഒക്കെ ഇതെന്തിനുള്ള ടാക്കോമീറ്റർ പണ്ടത്തെ വണ്ടികളുടെയൊക്കെ ടൈമിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഓ, ടൈമിംഗ് സെറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ വണ്ടികൾക്കല്ല, ഇപ്പൊ എല്ലാ സെൻസർ. ഓക്കെ മറ്റേ പറഞ്ഞ